ഒരു ഫോൺ മേടിച്ചു, Samsung S21 Fe. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കയ്യിൽ Samsung S21 Fe ഫാൻ എഡിഷൻ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഇതെടുക്കണോ വേണ്ടയോ? എന്തുകൊണ്ട്? ഈ പ്രൈസിലുള്ള മറ്റു ഫോണുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫോൺ ബെറ്റർ? ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു? ഇപ്പോൾ നിങ്ങളിത് ഓടിച്ചെന്ന് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതിന് കുറേ പോരായ്മകളുണ്ട്. ഞാൻ വീഡിയോയിൽ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ പറയും ബോർ റെസിസ്റ്റൻസ് ബ്രോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തത്, അയ്യോ ഇതിന് ബാറ്ററി നിൽക്കുന്നില്ല, ഹീറ്റിംഗ് ആണ്. കാരണം നല്ല ഹീറ്റിംഗ് ഉള്ള ഫോണാണ്, എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ്. സോ നിങ്ങൾ ഗെയിമിങ്ങിനാണെങ്കിൽ ഈ ഫോൺ എടുക്കണമെന്ന് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് നിങ്ങൾ ക്യാമറയ്ക്കാണെങ്കിൽ ഇത് വേറെ ലെവലാണ്. അതിൻ്റെ കാരണം എന്താണെന്നല്ലേ വഴി പറഞ്ഞുതരാം. അപ്പോൾ റിവ്യൂയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ക്വിക്ക് അൺബോക്സിങ് ചെയ്യാം. ഗൈസ്, ഇതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ കാര്യം പറയണമെങ്കിൽ അധികം കൂടുതലൊന്നും പറയാനില്ല. ആകെ ഒരു Type-C to Type-C കേബിൾ, പിന്നെ കൂടെ ചാർജർ അവർ പ്രൊവൈഡ് ചെയ്യണില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ആകെ കൂടെ വരുന്നത് വാറണ്ടി കാർഡും പിന്നെ ആരും വായിക്കാത്ത കുറേ ബുക്കും പേപ്പറും പിന്നെ ഒരു സിം ഇജക്ഷൻ ടൂളും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നത് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്, പക്ഷെ നല്ലൊരു കാണുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. പിന്നെ സൈഡ് ബ്രഷ്ഡ് അലുമിനിയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഇംപ്രഷൻ. പിന്നെ ഇതിൻ്റെ സിംസിലോട്ട് വരുന്നത് അടിയിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ പുറമേ നടന്നിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ഇംപ്രഷൻ. അപ്പോൾ നമുക്കിത് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, ഇത് പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ നോക്സ് എന്ന സെക്യൂരിറ്റി പ്രോസസ്സറായിട്ടാണ് ഈ സാംസങ്ങിൻ്റെ S21 Fe എന്നിട്ടുള്ള ഫോൺ വരുന്നത്. സോ ഗൈസ്, നമ്മുടെ ഫോണിൻ്റെ ഓൺ ആയിട്ടുണ്ട്. ഇതൊരു ക്യാമറ ഫോണായതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്യാമറ വെച്ച് തന്നെ തുടക്കിടാം. സോ ഗൈസ്, ഇതിൻ്റെ ക്യാമറ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. നമുക്ക് ഇതിൻ്റെ ക്യാമറ തമ്മിൽ ഷിഫ്റ്റ് ആവുണ്ടെന്ന് തന്നെ തോന്നില്ല, അത്രയും സ്മൂത്ത് ട്രാൻസിഷൻസ് ആണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ മാക്സിമം വീഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ HD at 60 FPS ആണ്. OISൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ നമുക്ക് അൾട്രാ HD at 60 FPS കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ക്യാമറയ്ക്ക് വേണ്ടിയാണെങ്കിൽ അടിപൊളി ഫോണാണ്, ബട്ട് ഫോർ ഗെയിമിംഗ് നിങ്ങൾക്ക് ഓംലെറ്റ് അടിക്കാം. കാരണം ഇതിൽ വരുന്നത് എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ്. പിന്നെ സാംസങ്ങിൻ്റെ എല്ലാ പ്രശ്നത്തെ വേരിയൻറ്റ് പോലെ തന്നെ 3 ക്യാമറ ഇവിടെ, പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇവിടെ. അതവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടി പിടിച്ച് എല്ലാ A സീരീസ് S സീരീസ് എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ്, അതേ സെയിം ഡിസൈൻ തന്നെ. പക്ഷേ ഇപ്പോൾ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയാണ്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്രീമിയം. ഇതിൽ സൂം വിഷയമാണ് ഗൈസ്. 8 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. അത് പൊളി. 30x സൂം ഉണ്ടെങ്കിലും ബാക്കി ഡിജിറ്റലാണ്, അതുകൊണ്ട് 30x ഞാൻ ക്വാളിറ്റി പറയുന്നില്ല. പക്ഷേ 20x വരെ നല്ല ക്വാളിറ്റിയാണ്, 30x വരെ കിട്ടും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കാണിക്കാനായിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ക്യാമറ വ്യൂവിൽ പോവാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റേ സാംസങ് S21 Fe ടെലിഫോട്ടോ ലെൻസിലെ പോർട്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ മൊത്തം ഇതിലാണ് ഇതിന് ബാക്കി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി എങ്ങോട്ട് ഇങ്ങനെ പറയാം, അത്യാവശ്യം iPhone 13 ഒക്കെ ആയിട്ട് മുട്ടാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ഫോണാണത് ക്യാമറയുടെ കാര്യത്തിൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഫോൺ 4 മാസമായി യൂസ് ചെയ്യണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട് അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ട്. ബ്ലോഗൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്, ഷെയ്ക്കും കാര്യങ്ങളും അധികം ഇല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയ്ക്ക് കുറേ മോഡ്സ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോഡാണ് പോർട്രേറ്റ് മോഡ്. ഒരു DSLR ലെവൽ ബ്ലർ ഒന്നും കിട്ടൂലെങ്കിലും ഒരു വീഡിയോയിൽ ഇതുപോലത്തെ ഒരു ബേസിക് പോർട്രേറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് മതി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു iPhone പിക്സൽ അതുപോലെ വേറെ കുറച്ച് ഫോണുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിൽ ഈ ഫോൺ മറ്റ് ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പിടിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് 12 മെഗാപിക്സലും പ്രൈമറി, പിന്നെ 12 മെഗാപിക്സലിൻ്റെ വൈഡും, പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ്. അപ്പോൾ 3x ആണ് അതിൻ്റെ ഒപ്റ്റിക്കൽ സൂം, പിന്നെ ഡിജിറ്റൽ സൂമാണ് 30x വരുന്നത്. 20x വരെ അത്യാവശ്യം ക്ലിയർ കിട്ടും. ഇതിൽ 3 OIS വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതുകൊണ്ട് നല്ല സ്റ്റെബിലൈസേഷൻ ആണ്, അധികം അങ്ങനെ കുലുക്കവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. പോർട്രേറ്റ് വീഡിയോ നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറ വരണമെങ്കിൽ 32 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. അതിൽ തന്നെ പോർട്രേറ്റ് മോഡ് അങ്ങനത്തെ അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിന്റെ 8GB 128GB വേരിയന്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു 32 രൂപയ്ക്കൊക്കെ കിട്ടും. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചിന്റെ ഒരു ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററിയുടെ കാര്യമാണ് പിന്നെ ഇതിന്റെ ഒരു പോരായ്മയായിട്ട് വരുന്നത്. 4500 mAh ബാറ്ററിയാണ്. പക്ഷേ ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, പിന്നെ 120 Hz പോലത്തെ ഫീച്ചറൊക്കെ ഓൺ ആക്കി ഇടുമ്പോൾ ഒരു ദിവസം തന്നെ കത്തിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്ററി ഇത്തിരി ബാക്കിലാണ്. പിന്നെ ഇതിന് ഹീറ്റിങ്ങും അതെ ആ കാര്യം നോക്കണ ബാക്കിലാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക്
ഇപ്പോൾ കാഷ്വൽ യൂസ് ഒക്കെ ആണെങ്കിൽ പെർഫോമൻസിനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ബാറ്ററി ഡ്രെയിനും പിന്നെ ഹീറ്റിങ്ങിന്റെ ഇഷ്യൂ കാരണമാണ് ഞാൻ പറഞ്ഞത് ഗെയിമിങ്ങിനെ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ എക്സിനോസിന്റെ ചിപ്സെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമും കാര്യങ്ങളൊന്നും വലിയ ഇതിൽ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോമ്പറ്റേറ്റീവ് ലെവലിലൊന്നും കളിക്കാൻ പറ്റില്ല, കാരണം CPU ത്രോട്ടലിംഗ് വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കളിക്കുക. പക്ഷെ ലോങ് ടൈം ഒക്കെ കളിക്കുമ്പോഴും പ്രശ്നം വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ ഗെയിമിംഗ് ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വല്ല നിയോ 6 അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഫോൺസ് ഒക്കെ നോക്കിക്കോ. നിയോ സീരീസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ കളർ വേരിയന്റ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ തന്നെ ചൂസ് ചെയ്തോ. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ പറയാതെ പോയ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതിന് വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചാർജർ കിട്ടൂല. അപ്പോൾ ഇതിപ്പോൾ സാംസങ്ങും ഐഫോൺ എല്ലാവരും ഇപ്പോൾ മത്സരമാണ്, ചാർജർ സാധനങ്ങളൊക്കെ എടുത്ത് തരും. ഇനി കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വയറുണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. ഇപ്പോൾ തരുന്നത് മറ്റേ സിം ഇജക്ടർ ടൂളും പിന്നെ Type-C to Type-Cയുടെ കേബിൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ പെട്ടിയിലുള്ളൂ. പിന്നെ ഇതിന് വരുന്നത് ഡുവൽ സിം സ്ലോട്ടാണ്, പക്ഷേ എക്സ്പെൻഡബിൾ സ്റ്റോറേജ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്ന കോമ്പറ്റേറ്റീവ് ആയിട്ട് കുറച്ച് ഫോൺസ് ഒക്കെ ഉണ്ട്. സാംസങ് S54 എന്ന് പറഞ്ഞൊരു ഫോണൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ അത് എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാരണമുണ്ട്. അങ്ങനെ വെച്ചാൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമറ വൈസ് പറഞ്ഞാലും മറ്റേ 108 MP ഉണ്ടെങ്കിലും 54ന്റെ വൈഡ് അത്ര കാര്യമില്ല. പക്ഷേ അതുപോലെ തന്നെ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ലാഗും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ S54 എടുക്കാഞ്ഞത്. പിന്നെ സാംസങ് S21 Fe എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. ഐ മീൻ ഇപ്പോൾ അങ്ങനെ IP68ന്റെ വാട്ടർ റെസിസ്റ്റന്റ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പിന് പകരം വേണമെങ്കിൽ ഫോണൊക്കെ എടുത്ത് തേച്ച് കുളിക്കാം. പിന്നെ ഇതിന്റെ ക്യാമറയിൽ ഫോക്കസ് ട്രാക്കിംഗ് പോലത്തെ അങ്ങനെ മൂവിങ് ഒബ്ജക്റ്റിനൊക്കെ ട്രാക്ക് ചെയ്യും. പിന്നെ ആസ്ട്രോ ലാബ്സ്, അങ്ങനത്തെ കുറെ അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഇതിന് പിന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഫോണാണ്. പിന്നെ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഇതിന്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. ഓക്കെ ഗൈസ്, ഇത് ഗെയിമിംഗ് ഫോണിനുപരി ഒരു ക്യാമറ ഫോൺ ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡീഫോൾട്ട് ലൈറ്റിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു ന്യൂൺ ടൈമിലൊക്കെ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈമിലൊക്കെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് എക്സ്പോസറൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കിട്ടുന്നതൊക്കെ നല്ലൊരു ഫുട്ടേജ് തന്നെയാണ്. ലൈറ്റും HDR മാനേജ്മെൻറ്റ് അതിൻ്റെ അടിപൊളിയാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 30x സൂം വലിയ കാര്യമില്ലെങ്കിലും 20x വരെ നല്ല സൂം ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കളർ റിപ്രൊഡക്ഷൻ ഒക്കെ പക്ക നൈസാണ്. പിന്നെ നിങ്ങൾക്ക് അഥവാ എത്ര വലിയ ബഡ്ജറ്റ് ഇല്ല, പക്ഷേ നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ് നോക്കണമെങ്കിൽ വേറെ ചില അടിപൊളി ഫോൺസിൻ്റെ റിവ്യൂ ഞാൻ ഇവിടെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.